മനുഷ്യരൂപത്തിൽ ജന്മമെടുക്കുന്ന ഒരു വ്യക്തിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ നിന്നും ജന്മമെടുക്കുന്നവർ മണ്ണുകൊണ്ട് നിർമ്മിതമായ ഈ ശരീരത്തിലെ നിയമങ്ങളിൽ ബന്ധനസ്ഥനായിരിക്കുന്നതാണ്. അതിലുള്ളതാണ് ജനനവും വാർദ്ധക്യാവസ്ഥയും രോഗവും മൃത്യുവും. ഈ നാലവസ്ഥകളുടെയും പരിണാമം നിശ്ചയം തന്നെയാണ്. എന്നാൽ നടന്ന ആ അത്ഭുതങ്ങൾ ഈശ്വരനാണ് പ്രവർത്തിച്ചിരുന്നത്. സമൂഹത്തിലുള്ള അധർമ്മങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി ധർമ്മത്തിന്റെ പുനഃസ്ഥാപനം നടത്തുവാനുള്ള ഇച്ഛ ഓരോ മനുഷ്യ മനസ്സുകളിലും ജന്മമെടുക്കുമ്പോഴെല്ലാം തന്നെ, അതുപോലെ പാപകർമ്മങ്ങൾ അതിന്റെ പരിധി ലംഘിക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ധർമ്മം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇവിടെ ഈശ്വരൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും. ധർമ്മം സ്ഥാപിക്കുന്നതിനു വേണ്ടി മനുഷ്യൻ അവന്റെ സ്വാർത്ഥത, അവന്റെ മോഹം ഇവ രണ്ടും പരിത്യജിച്ചുകൊണ്ട് ബലിദാനം ചെയ്യുവാൻ സന്നദ്ധനാവാറുണ്ട്. അപ്പോൾ ഈ സമസ്ത സൃഷ്ടിയിലും പല അത്ഭുതങ്ങളും സംഭവിക്കുകയും ചെയ്യും. നമ്മുടെ ദേവകി മാതാവിന്റെയും യശോദാ മാതാവിന്റെയും ത്യാഗമൊന്നുകൊണ്ട് മാത്രമാണ് ആ കാരാഗൃഹത്തിൽ അത്ഭുതം സംഭവിച്ചത് വത്സ. ഇതുതന്നെയാണ് സൃഷ്ടിയുടെ സന്തുലനാവസ്ഥ. എന്നാൽ ഈശ്വരൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എപ്പോഴാണെന്നാൽ സമൂഹത്തിൽ എല്ലായിടത്തും അധർമ്മം വ്യാപിച്ചിട്ടുള്ള അവസ്ഥയിൽ പോലും ചില മനുഷ്യരുടെയെങ്കിലും ഹൃദയത്തിൽ ധർമ്മം വസിക്കുമ്പോൾ മാത്രമായിരിക്കും. മനുഷ്യർ സംഘർഷം നടത്തുവാൻ ഒരിക്കലും ഭയപ്പെടരുത്. സമസ്ത പാപത്തിനെയും നേരിടുവാൻ മനുഷ്യർ തങ്ങളുടെ പരമാവധി ശക്തി ഉപയോഗിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെയെല്ലാം സംരക്ഷണത്തിനു വേണ്ടി ഈശ്വരൻ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും വത്സ. അതായത് ഈ പ്രപഞ്ചത്തിൽ നിന്നാണെങ്കിലും ശരി, സൃഷ്ടിയിൽ നിന്നാണെങ്കിലും ശരി, ഈശ്വരനിൽ നിന്നാണെങ്കിലും ശരി, സഹായം പ്രാപ്തമാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സർവപ്രഥമമായി നമ്മിലുള്ള സ്വാർത്ഥതയും നമ്മുടെ മോഹവും പരിത്യജിച്ചുകൊണ്ട് സംഘർഷം നടത്തുവാൻ തയ്യാറാകേണ്ടി വരുന്നതാണ്. മനുഷ്യരൂപത്തിൽ ജന്മമെടുക്കുന്ന ഒരു വ്യക്തിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ നിന്നും ജന്മമെടുക്കുന്നവർ മണ്ണുകൊണ്ട് നിർമ്മിതമായ ഈ ശരീരത്തിലെ നിയമങ്ങളിൽ ബന്ധനസ്ഥനായിരിക്കുന്നതാണ്. അതിലുള്ളതാണ് ജനനവും വാർദ്ധക്യാവസ്ഥയും രോഗവും മൃത്യുവും. ഈ നാലവസ്ഥകളുടെയും പരിണാമം നിശ്ചയം തന്നെയാണ്. എന്നാൽ നടന്ന ആ അത്ഭുതങ്ങൾ ഈശ്വരനാണ് പ്രവർത്തിച്ചിരുന്നത്.